Pathogens. Pathogens means most communicable diseases are caused by microorganisms like bacteria, virus and fungi that cannot be seen with the naked eyes. They are called pathogens. നമ്മൾ കണ്ണ് കൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതുപോലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തജൻസ് അഥവാ രോഗകാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാത്തജൻസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് നമ്മൾ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ. അപ്പോൾ ശരിക്കും നമുക്ക് ആരാണ് അസുഖം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ആണ്. മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ഇവർ നമ്മുടെ ശരീരത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് അസുഖം ഉണ്ടാവുന്നത്. അപ്പോൾ അസുഖം ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം, പാത്തജൻസ് ആണ്. ഇവരെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഇവരെ കാണാൻ കഴിയില്ല. ഇവരെ നമ്മൾ മൈക്രോസ്കോപ്പ് എന്നുള്ളൊരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൈറസിനെയും ഫംഗസിനും ബാക്ടീരിയയും കാണുക. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കാണാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പാത്തജൻസ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഇവരാണെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ വൈറസും ബാക്ടീരിയയും ഫംഗസൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസീസ്, അസുഖമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് നല്ലതല്ല അല്ലേ, ബാഡാണ്. അപ്പോൾ ഇവരെ കൊണ്ട്, നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ട് നമുക്ക് ചില ഉപകാരങ്ങളുണ്ടാകും. എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെയാണ് അവർ നമുക്ക് തരുന്ന ഉപകാരങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ടേണിങ് മിൽക്ക് ഇൻറ്റു കേർഡ്, നമ്മളെ പാലിനെ തൈരാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ, അരിമാവ് പൊളിപ്പിക്കുക. നമ്മൾ കഴിക്കുന്ന മസാല ദോശ, നെയ്റോസ്റ്റ് ഇതൊക്കെ ചെറിയൊരു പുളിയുണ്ട് അല്ലേ, ഇത് നമ്മളെ മൈക്രോ ഓർഗാനിസം അതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഡീകമ്പോസിങ് ഫേക്കൽ മാറ്റർ ഇൻ ടു ദ സോയിൽ, മലം മണ്ണിലേക്ക് വിഘടിപ്പിക്കുന്നു. യൂട്ടിലൈസഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, ചികിത്സാ രംഗത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഓഫ് മിൽക്ക് പ്രോഡക്റ്റ്, വിനീഗർ, ജൂട്ട്, ടുബോക്കോ, ലെതർ എക്സെട്ര. അതായത് മിൽക്ക് പ്രോഡക്റ്റ്, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, വിനാഗിരി എന്ന് പറയുന്നത് നമ്മളെ സുർക്ക, അതുപോലെ ജൂട്ട്, ചണം, ടുബോക്കോ, പുകയില, ലെതർ ഇതുപോലുള്ള ഫാക്ടറികളിലൊക്കെ നമ്മൾ മൈക്രോ ഓർഗാനിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുക? അവരെ വിളിക്കുന്നത് പാത്തജനാണ്. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ ഇവയെക്കൊണ്ട് നമുക്കുള്ള ഉപകാരങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ്, ദ വേൾഡ് ഓഫ് ഫംഗി. നമ്മളെ വീട്ടിലൊക്കെ ബ്രെഡൊക്കെ കൊണ്ടുവന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ഓരോ ബ്ലാക്ക് കളറിൽ കാണുമല്ലേ. അപ്പോൾ അത് ആരാണ് അങ്ങനെ ചെയ്യുന്നത്? ഫംഗസ് ആണ് കേട്ടോ. ഫംഗസ് നമ്മൾ ബ്രെഡിൽ കയറുമ്പോഴാണ് ആ ഒരു പൂപ്പൽ വരുന്നത്. അതുപോലെ നമ്മുടെ ഡ്രസ്സിൽ ചെറിയ ബ്ലാക്ക് ഡോട്ടുകൾ കാണാം, കരിമ്പൻ കുത്തുക എന്നൊക്കെ പറയും. അതും ഒരു ടൈപ്പ് ഫംഗസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ ഫംഗസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ റൊട്ടിയിലെ പൂപ്പൽ. ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്, നമ്മളെ ഡ്രസ്സിൽ കാണുന്ന കരിമ്പൻ കുത്തുന്നതിനാണ് ബ്ലാക്ക് മോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്, ദേ ആർ ഓൾ ഫംഗി. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിലുള്ള പൂപ്പൽ, അതുപോലെ ഡ്രസ്സിലെ കരിമ്പൻ കുത്തുന്നതൊക്കെ എന്താണ്? ഫംഗസ് ആണ്. ഇനി നമ്മൾ ശരീരത്തിൽ കയറിയിട്ട് അസുഖം ഉണ്ടാക്കുന്ന ഫംഗസുകളുടെ പേരാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. ശ്രദ്ധിക്കുക, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗി ദാറ്റ് കോസ് ഡിസീസ് ഓഫ് ഹ്യൂമൻ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കയറിയിട്ട് അസുഖം ഉണ്ടാക്കുന്ന 3 ഫംഗസുകളാണിത്: കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. അതുപോലെയല്ല നമ്മൾ ബ്രെഡ് മോൾഡും ബ്ലാക്ക് മോൾഡും എന്താണ്? അതും ഫംഗസുകൾ തന്നെയാണ് കേട്ടോ. ദ വേൾഡ് ഓഫ് ഫംഗി ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഫ്രോം എഡിബിൾ മഷ്റൂംസ് ദോസ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കൂണ് മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുന്നതാണ് നമ്മളെ ഫംഗസുകളെ ലോകം. നമ്മളെ ഫംഗസുകളെ ലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈഡാണ്. അതിൽ നമ്മൾ പറഞ്ഞു ബ്രെഡ് മോൾഡും അതുപോലെ ബ്ലാക്ക് മോൾഡ് ഓൺ ക്ലോത്ത്, ബ്രെഡിലെ പൂപ്പലും ഡ്രസ്സിലെ കരിമ്പം കുത്തുന്നതും. അതുപോലെ നമ്മൾ മനുഷ്യ ശരീരത്തിൽ കയറി അസുഖം ഉണ്ടാക്കുന്നതാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫംഗസുകൾ. ഇത്രയും കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
ഇനി ഹൗ ഡിസീസസ് സ്പ്രെഡ്, എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്? ആ പിക്ചർ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്? നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും നമ്മൾ ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് എന്തിനാണ് വായ അടച്ചു വെക്കുന്നതെന്ന് ചോദിച്ചത്. ടു പ്രിവെൻറ്റ് വൈറസ് ഫ്രം സ്പ്രെഡിങ് ത്രൂ എയർ. നമ്മൾ തുമ്മുന്ന സമയത്ത് നമ്മൾ വായ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ വൈറസ് നമ്മളെ അറ്റ്മോസ്ഫിയറിലോട്ട് എന്താവും, സ്പ്രെഡാവും. അത് വേറൊരാളിലേക്ക് എത്തിയിട്ട് അവർക്കും ആ ഒരു അസുഖം വരും. അതുകൊണ്ടാണ് ആ വൈറസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായും മൂക്കും പൊത്തിപ്പിടിക്കാൻ പറയുന്നത്. ഇനി നെക്സ്റ്റ്, വൈ ഡു വി കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്? എന്തിനാണ് ഫുഡ് ഐറ്റം കവർ ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു കേക്ക് ചുറ്റും എന്താണ്, ഹൗസ് ഫ്ലൈ, ഈച്ചകളുണ്ട്. എന്താണ് ആ ഫുഡ് എന്ത് ചെയ്യും? ആ ഫുഡ് ഡാമേജ് വരുത്തൂല്ലേ ആ ഫുഡിന്. അതെങ്ങനെയാണ്? അവരതിലിരിക്കും, അത് നമ്മളെടുത്ത് കഴിച്ചിട്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദർ ആർ ചാൻസസ് ദാറ്റ് ഫ്ലൈസ് മേ സിറ്റ് ഓൺ ദ അൺകവേർഡ് ഫുഡ്. നമ്മൾ തുറന്ന് വെച്ച ഫുഡിൽ നമ്മളെ ഈ മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ ഇതുപോലെയുള്ള ഫ്ലൈസുകൾ, ഇതുപോലെയുള്ള സാധനങ്ങൾ അതിൽ കയറിയിരിക്കും. അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് അസുഖം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കവർ ചെയ്യുക, ഫുഡ് അടച്ചു വെക്കണം. അടച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വെക്റ്റേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പാത്തജൻസ്, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്. അവർ നമ്മുടെ ശരീരത്തിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാവും. അപ്പോൾ ആ രോഗകാരികൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുമ്പോൾ അസുഖം ഉണ്ടാകുക. ആ രോഗകാരികളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന രോഗവാഹകർ, ഒരാളിൽ നിന്ന് അസുഖം എടുത്ത് വേറൊരാളിലേക്ക് എത്തിക്കുന്നവരാണ് വെക്റ്റേഴ്സ്. അപ്പോൾ വെക്റ്റേഴ്സിന് എക്സാമ്പിളാണ് നമ്മളെ മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, ബാറ്റ്, റാറ്റ് ഫ്ലിയ, എലിച്ചെള്ള് എന്നൊക്കെ പറയും കേട്ടോ, റാറ്റ് ഫ്ലിയ. അപ്പോൾ ഇവരെ നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ വെക്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താ? ഇപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ മിസ്സിന് എന്താ, നല്ല ഫീവർ ഉണ്ട്. അപ്പോൾ മിസ്സിന് ഫീവർ ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ മൈക്രോ ഓർഗാനിസാണ് മിസ്സിൻ്റെ ശരീരത്തിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ മിസ്സിൻ്റെ മക്കളിൽ ഒരാൾ മിസ്സിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? മിസ്സിനൊരു മൊസ്കിറ്റോ വന്നിട്ട് കടിച്ചു. ആ മൊസ്കിറ്റോ വന്ന് കടിക്കുന്ന സമയത്ത് മിസ്സിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു മൈക്രോ ഓർഗാനിസം എന്താവും, നമ്മളെ മൊസ്കിറ്റോൻ്റെ കയ്യിലും കാലിലും കയറിക്കൂടും. എന്നിട്ട് ആ മൊസ്കിറ്റോ മിസ്സിനെ കടിച്ചിട്ട് മിസ്സിൻ്റെ മക്കളെ വന്നിട്ട് കടിക്കുക. അപ്പോൾ ആ കടിക്കുന്ന സമയത്ത് മിസ്സിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ മൈക്രോ ഓർഗാനിസം നമ്മളെ മൊസ്കിറ്റോൻ്റെ കയ്യിലും കാലിലും ഉണ്ട്. അത് നെക്സ്റ്റ് മക്കളെ വന്ന് കടിക്കുമ്പോൾ അത് മക്കളിലോട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ മിസ്സിനുണ്ടായ അസുഖം, സെയിം അസുഖം നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ എടുത്തിട്ട് വേറൊരാളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നവരെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് പറയുക. വെക്റ്റേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ്സ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. ഒരാളെ ശരീരത്തിൽ എൻ്റർ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ എടുത്തിട്ട് വേറൊരാളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് നമ്മളെ വെക്റ്റേഴ്സിനുള്ളത്. അതിന് എക്സാമ്പിളാണ് ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ് ഫ്ലിയ, ബാറ്റ്. അപ്പോൾ വെക്റ്റേഴ്സ് അല്ല നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്, പാത്തജൻസ് ആണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. ആ അസുഖം ഉണ്ടാക്കുന്ന രോഗകാരികളെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് നമ്മളെ വെക്റ്റേഴ്സിനുള്ളത് കേട്ടോ.